ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൽ നമുക്കെന്ത് ഒരു ചെറിയൊരു ക്ലാസ് ഒരാൾ പറയും ടാക്സി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് പോകുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ആരോ ഒരാൾ ചോദിച്ചതാണ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിന്ദി സിനിമ കാണുന്നത്, അവരുടെ ഡയലോഗ് കാണുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്ന ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്. ഏതായാലും ഒരു ചെറിയൊരു വീഡിയോ അങ്ങനെ എന്താക്കുക. നമ്മളിപ്പോൾ ഒരു മുംബൈയിൽ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുക. ആ മേ മുംബൈ പहुंच गया മുംബൈ മേ മുംബൈ पहुंच गया മേ മുംബൈ पहुंच गया എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തി എന്നുള്ളതാണ്. ഞാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ മുംബൈയിൽ പहुंच गया എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ടാക്സിൻ്റെ അടുത്ത് പോയി, ടാക്സിക്കാരൻ്റെ അടുത്ത് പോയി. മോനെ, ടാക്സിൻ്റെ അടുത്ത് പോയ സമയത്ത് ടാക്സിക്കാരൻ ചോദിച്ച്, ഓ ബൈ കിധർ ജാനേക്കാ ഹേ, കിധർ ജാനേക്കാ, എവിടെ പോകാനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിധർ ജാനേക്കാ എന്ന് ചോദിക്കൂ. അപ്പം നമ്മൾ പറയൂ പൂനെ ജാനേക്കാ. പൂനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂന എന്ന് പറഞ്ഞാൽ മുംബൈയിലുള്ള പൂനെ ജാനേക്കാ. പൂനെ ജാനേക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ ചോദിച്ചു, എന്ത് ടാക്സിക്കാരൻ ചോദിച്ചു, പൂനെ ജാനേക്കാ മനസ്സിലാകുന്നുണ്ടല്ലോ, പൂനെ ജാനേക്കാ ബൈ. പൂനെ കിധർ. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, പൂനെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണെന്നല്ല. അപ്പോൾ പൂനെയിൽ എവിടെ, പൂനെ മേ കിധർ, പൂനെയിൽ എവിടെ, പൂനെ മേ കിധർ. കിധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ. അരേ ബൈ കിധർ ജാരേ, ഞാൻ എവിടെ പോവാ, ഉദർ മത് ജാവോ, അങ്ങോട്ട് പോണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കിധർ ജാനേക്കാ ഹേ ബൈ, പൂനെ മേ കിധർ, പൂനെ മേ എവിടെ, ഹവേലി. ഇപ്പോൾ ഉദാഹരണത്തിന് ഹവേലി എന്ന് പറഞ്ഞ അപ്പോൾ आपको लगेगा हवेली में, आपको लगेगा हवेली तक, അങ്ങനെ നല്ലത്. ഹവേലി തക് आपको लगेगा 250. ഹവേലി തക്, ഹവേലി വരെ, ഹവേലി വരെ പോവുകയാണെങ്കിൽ ഹവേലി തക് ആപ്കോ ലഗേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ആയിത്തീരും. എത്ര ആയിത്തീരും? 250, 250 രൂപയായിത്തീരും. ഹവേലി മേ എന്നല്ല, ഹവേലി മേ എന്ന് പറയുന്നേരം ഹവേലിയിൽ എന്ന് പറയും. അതിപ്പം മേ എന്നുള്ളത് മേ എന്നായിപ്പോയാലും തക്ക് എന്നായിപ്പോയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഹവേലി തക്, ഹവേലി വരെ, ആപ്കോ ഇധർ സെ ഹവേലി തക്, ഇവിടെ നിന്നും ഹവേലി തക്, ഹവേലി വരെ ആപ്കോ ലഗേഗ, നിങ്ങൾക്ക് എത്ര ആവും എന്ന് വെച്ചാൽ ആപ്കോ ലഗേഗ, നിങ്ങൾക്കായിത്തീരും എത്ര? 250, 250 രൂപയായിത്തീരും. ഓ महंगा है भाई, महंगा है ना, पैसा കൂടുതൽ, महंगा है. अरे क्या महंगा यार, इधर मुंबई में टैक्सी मिलेगा तो भी बहुत मुश्किल है. आप क्या सोच रहा है? അപ്പം ഉദാഹരണത്തിന് ഒന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ പറയാം, आप क्या सोच रहा है, നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? आप क्या सोच रहा है? അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ബസ്സിൽ പോയാൽ മതിയേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ ഇത് വളരെ കൂടുതലാണ്, മേങ്ക. അല്ലേ ഭായ്, ക്യാ സോച്ച് രഹാ ഹൈ ഭായ്, ക്യാ സോച്ച് രഹാ ഹൈ, എന്താ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത്, മേ സോച്ച് രഹാ ഹൂം കി, ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗർ മേ ബസ് മേ ജായേഗാ തോ പൈസ കംതി ഹോഗാ നാ, പൈസ ബഹുത് കം ഹോഗാ, അല്ലെങ്കിൽ അച്ഛാ ലഗേഗാ, നന്നായിരിക്കൂല്ലേ, അച്ഛാ ലഗേഗ. മേ ബസ് മേ ജായേഗാ തോ മേ അഗർ, ഈഫ് എന്നുള്ള ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ ഈഫ് എന്ന് പറയുന്നില്ലേ, ആണെങ്കിൽ, അഗർ ആണെങ്കിൽ, എന്താണെങ്കിൽ, അഗർ മേ ബസ് മേ ജായേഗാ തോ, ബസ്സിൽ ജായേഗാ തോ പോകുകയാണെങ്കിൽ, ജായേഗാ തോ ബസ് മേ ജായേഗാ തോ ക്യാ ഹോഗാ, അച്ഛാ ലഗേഗാ നാ, വളരെ നന്നായിരിക്കും. ഇത് ഭയങ്കര മെഹങ്ക, നിങ്ങൾ ഭയങ്കര പൈസ കൂടുതൽ മെഹങ്ക. അഗർ മേ ബസ് മേ ജായേഗാ തോ പൈസ ഭി കം ഹേ, പിന്നെ പോക്കറ്റ് കാലി നഹീ ഹോ ജായേഗ, അല്ലെങ്കിൽ ബസ് മേ ജായേഗാ തോ ഏകദം ബിൽക്കുൽ അച്ഛാ ഹോഗ, ഏറ്റവും നന്നായിരിക്കും. ബസ് മേ ജായേഗാ തോ അച്ഛാ ലഗേഗാ നാ, ഏറ്റവും നന്നായിരിക്കും അല്ലേ. नहीं भाई ऐसा मत सोचो यार, എങ്ങനെ ചിന്തിക്കല്ലേ, ऐसा मत सोचो, ഇപ്രകാരം ചിന്തിക്കല്ല. മത് സോച്ചോ, മത് എന്ന് പറയുന്നേരം നെഗറ്റീവ് വന്ന്, മത് സോച്ചോ ചിന്തിക്കല്ലേ, മത് പിയോ കുടിക്കല്ലേ, മത് ജാവോ പോകല്ലേ. അപ്പം അങ്ങനെയുള്ള മത്ത്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ വരുന്ന ഓരോരോ വാക്കുകളാണ്. കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാന്നുള്ളതാണ്. അപ്പോൾ
ऐसा मत जाओ, ऐसा मत सोचो यार, ऐसा അങ്ങനെ ചിന്തിക്കല്ല മനുഷ്യ, അങ്ങനെ ചിന്തിക്കല്ല, ऐसा मत सोचो. हमको कुछ कर सकता है, कुछ कर सकता है, कुछ कर सकता है, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സക്ത ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എന്നുള്ളതാണ്. കുച്ച് കർ സക്ത ഹം കുച്ച് കർ സക്ത ഹെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ പേടിക്കല്ല, നീ അങ്ങനെ ചിന്തിക്കല്ല. ബസ് നമ്മളെ हमारा काम है, ये हमारा काम है. टैक्सी चलना हमारा काम है. टैक्सी ഓടിക്കൽ നമ്മുടെ ജോലിയാണ്. आप ऐसा ही सोचा है तो हमारे भी मुश्किल है ना. हमको भी फैमिली है, हमको भी है ना बच्चा है, हमको भी है, बहुत बहुत मुश्किल है. ऐसा मत सोचो, हमारे दे दो, आपका ऑर्डर हमारे लिए दे दो, अच्छा ही होगा. आपको कितना कुछ कम करेगा तो पैसा भी कम करेगा, मुश्किल नहीं है. आप ऐसा मत सोचो, बस में जाएगा आप नहीं सोचो. അപ്പോൾ उन्होंने പറഞ്ഞ് आप अब मैं सोच रहा हूँ कि अगर बस में जाएगा तो अच्छा होगा അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ മൂപ്പർ എന്താ ഉള്ളത്, അപ്പോൾ ഓക്കെ कम करके दे दो, കുറച്ച് ഇതാക്കിയിട്ട് താന്ന് പറഞ്ഞാൽ आपको मैं 200 में जाएगा, 200 में जाएगा, 200 में जाएगा, 200 രൂപയ്ക്ക് ഞാൻ പോകാം, നമുക്ക് ഞാൻ പോയി തരാം, 200 में जाएगा, ഓക്കെ ठीक है, अग्रीड. അത് 100 കൂടി ठीक है, ഓക്കെ, ചലോ ബാപ്പൂരി, എന്നാ ശരി ബാപ്പുവാ, ചലോ ഓക്കെ. എന്തൊക്കെയോ ഹിന്ദി അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയായിട്ട് പറഞ്ഞിട്ട് കുറേ ദിവസമായി വീഡിയോസ് വരാത്ത. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, ഓരോരോ പണിത്തിരക്കിലൊക്കെ ആയിപ്പോയിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ലൈക്ക് അടിക്ക്, അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, ഷെയർ ചെയ്യാൻ മറന്നുപോലെ ആർക്കെങ്കിലും ഹിന്ദി പഠിക്കണമെങ്കിൽ. അപ്പോൾ പുതിയ വീഡിയോയിലിട്ട് കാണാം. ഓക്കെ, നന്ദി.